Oh, Jishimara. 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 ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ലിനേഷ് ചാക്കോ മാങ്കുടിയിൽ. ഞാൻ കേരളത്തിലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്, വീട് പാണത്തൂർ. ഞാൻ ഒരു 27 വർഷം മുമ്പാണ് ഇവിടെ ആസാമിൽ ആദ്യമായിട്ട് വന്നത്. ഇവിടെ സെമിനാരിയിൽ ജോയിൻ ചെയ്തു. എൻ്റെ രൂപതയുടെ പേര് ബൊങ്കേഗോൺ രൂപത. ഞാനിപ്പോൾ വികാരിയായിട്ട് ബൊങ്കേഗോൺ രൂപതയുടെ ഹോളി ഫാമിലി ചർച്ചിലാണ് ഉള്ളത്. എൻ്റെ ഈ ഇടവകയിലും 4 വർഗ്ഗക്കാരാണുള്ളത്: ബോറോസ്, സന്താൾസ്, ആദിവാസീസ് ആൻഡ് ഗാരോസ്. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ഗാരോ വില്ലേജിലാണ്. അംജോറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വീട് സന്ദർശനത്തിനും അതുപോലെ തന്നെ സിമിത്തേരി ബ്ലെസ്സിങ്ങും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറേ പേര് ഇവിടെയുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ കൈക്കാരന്മാരുണ്ട്, പിന്നെ ഇവിടുത്തെ ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഇവിടുന്ന് പല വീടുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവർ ഇപ്പോൾ ഈ വില്ലേജിലെ ആൾക്കാർ എന്ന് പറയുന്നത് ഗാരോസ് ആണ്. അവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മേഘാലയയിലാണ്, എന്നാലും ആസാമിലും ഉണ്ട്. ആസാമിലും കുറേ ആൾക്കാരുണ്ട്. നല്ല വിശ്വാസത്തിൽ വളരുന്ന ജനങ്ങളാണ്. ഞങ്ങളായിട്ട് എപ്പോഴും നല്ല സഹകരണത്തിലാണ്. നമുക്ക് തന്നെ ചില കാര്യങ്ങളൊക്കെ നല്ല മാതൃകയായിട്ട് നല്ല ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ സിസ്റ്റർ ആത്മജയ. ഞാൻ ആസാം സിസ്റ്ററാണ് ഞാൻ. പിന്നെ എൻ്റെ ഡയസിസ് ബൊങ്ങൈഗാവ് ഡയസിസ്, പിന്നെ പാരിഷ് സൊറൈബിൽ പാരിഷ്. പിന്നെ ഞാൻ ഫ്രോം ദ സ്മോൾ ഓൺവേർഡ്സ് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചു സേസൻ സിസ്റ്റേഴ്സ് കൂടെ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യിച്ചു. പിന്നെ എനിക്ക് ഇൻസ്പിറേഷൻ വന്നു, സിസ്റ്റർമാർ സ്നേഹിച്ചു എൻ്റെ. പിന്നെ ഞാൻ ഇത് സേഷൻ കോൺഗ്രിഗേഷനിൽ വന്നു, പിന്നെ ജോയിൻ ചെയ്തു. ദെൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം മഴയുടെ സമയത്തൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഒരു നദിയുണ്ട്, പാലയില്ല. അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അസിസ്റ്റൻ്റ് ഫാദറാണ്, ഫാദർ പ്രശാന്ത് IVD. അതുപോലെ തന്നെ സിസ്റ്റർ ആത്മജയുണ്ട്, CSM കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സിസ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കൈക്കാരന്മാരുണ്ട്, കുറച്ച് ആൾക്കാർ. ഇന്ന് ഇവിടെ ഇപ്പം സിമിത്തേരി ബ്ലെസ്സിങ്ങും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ ഇപ്പം കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ കസ്റ്റം അനുസരിച്ച് നമ്മൾ സിമിത്തേരി ബ്ലെസ്സിങ് എന്ന് പറയുമ്പം ഇവരുടെ പറമ്പിലാണ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അടക്കുന്നത്. സിമിത്തേരി എല്ലാം ഇവരുടെ പറമ്പുകളിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ പോലെ കോമൺ സിമിട്രി അല്ല ഉള്ളത്. അപ്പം എല്ലാ വീടുകളിലും തന്നെ ഞങ്ങൾ പോവും. ആ വീടുകളിൽ പോയി വീട് സന്ദർശിക്കും. അത് കഴിഞ്ഞിട്ട് സിമിത്തേരി ബ്ലെസ്സിങ് ഉണ്ട്. അതിനായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും ഒരുമിച്ച് കൂടിയിരിക്കുന്നതും. पिता और पुत्र पवित्र आत्मा के नाम पर। प्रभु की शांति आप सब साथ रहे। ये समय पर हम विशेष करके हमारे प्रति भाई बहनों के लिए प्रार्थना करें।
जिस तरह मूसा ने मरुभूमि में सांप को ऊपर उड़ाया था, उसी तरह मानव पुत्र को भी ऊपर उड़ाया जाना है, जिससे जो उसमें विश्वास करता है वह अनंत जीवन प्राप्त करे। ഇവിടെയുള്ള ഞങ്ങളുടെ ജനങ്ങളെല്ലാം കൃഷിക്കാരാണ്. പലതരത്തിലുള്ള കൃഷികളാണ് അവർ സാധാരണ ചെയ്യുന്നത്. ഇതിവിടുത്തെ നെൽകൃഷി. ഇവരുടെ ഇടയിൽ തന്നെ നെൽകൃഷി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നെൽകൃഷികളാണ്. ഇപ്പോൾ ഇതിൻ്റെ പേര് കാലിജീര എന്നാണ്. പിന്നെ അതുപോലെ തന്നെ വെർമ, അങ്ങനെ കുറേ പലതരത്തിലുള്ള നെൽകൃഷികൾ അവർ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് കൊയ്ത്ത് സമയമാണ് ഇവിടെ ആസാമിൽ. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകാറുണ്ട് ഇത് കാണുവാനൊക്കെ ആയിട്ട്. അവർ പ്രത്യേകിച്ച് നമ്മൾ വിളിക്കുകയും ചെയ്യും. അവർ കൊയ്യുന്നിടത്ത് വരുവാനും പ്രാർത്ഥിക്കാനും ഒന്ന് അവരെ സന്ദർശിക്കാനൊക്കെ ആയിട്ട് അവർ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് തരും. പിന്നെ ഇത് കൊയ്ത് കഴിഞ്ഞിട്ട് ഇത് നെല്ലായിട്ട് അവർ ആദ്യത്തെ വിളവ് നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അവർ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് കുർബാനയുടെ സമയത്ത് സമർപ്പണമായിട്ട് അത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുള്ളൂ, അല്ലാണ്ട് അവർ ഒരിക്കലും കഴിക്കത്തില്ല. അത് തന്നെ വലിയൊരു സെറമണിയാണ്. നമ്മളിപ്പോൾ ഇവർ മില്ലിൽ കൊണ്ടേ കൊടുത്ത് അരിയാക്കിയിട്ട് എല്ലാവരെയും വിളിച്ച് വീട്ടിലെ എല്ലാവരും ഒന്നിച്ചു കൂടി, ചിലപ്പോൾ വില്ലേജിലെ ആൾക്കാരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ഇത് ഭക്ഷിക്കും. എല്ലാവരും നല്ല ആഘോഷമായിട്ട് തന്നെ ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് കൊയ്ത്തിനായിട്ട് പോകും. അപ്പോൾ ഇതൊരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ് ഇവർക്ക് എല്ലാവർക്കും. എൻ്റെ പേര് സിസ്റ്റർ സീന. ഞാൻ ആദ്യമായിട്ട് മിഷനറി ആയിട്ട് ആസാമിലേക്ക് വന്നത് ബൊസൈഗോണിലായിരുന്നു. ഒത്തിരി പാവപ്പെട്ട മനുഷ്യരുണ്ട് കേട്ടോ. അവരിങ്ങനെ പ്രത്യേകിച്ച് വീട്ടിൽ രോഗികളായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ വകയില്ലാതെ, അങ്ങനെ ചിലപ്പോഴൊക്കെ ചികിത്സ ഇല്ലാതെ മരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ വില്ലേജുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരിക ചെയ്യുന്നത്. പിന്നെ പാവപ്പെട്ട മനുഷ്യർ ചിലപ്പോൾ എല്ലാ നേരവും ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടാവില്ല. ജോലിക്ക് പോയാലും വളരെ തുച്ഛമായിട്ടുള്ളൊരു കൂലിയാണ് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ തുച്ഛമായിട്ടുള്ള കൂലി കൊണ്ട് ഇവിടെ വന്ന് അതിൽ നിന്നുള്ളൊരു ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ മക്കളൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി കൊടുക്കാനും എല്ലാവർക്കും ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവർ ഈ കാട്ടുകളിൽ പോയിട്ട് അവിടെയൊക്കെ ഈ നമ്മുടെ നാട്ടിൽ പോലെയുള്ളൊരു കാച്ചിൽ പോലെയുള്ളൊരു സാധനമുണ്ട്. അത് പറിച്ച് കൊണ്ടുവന്ന് അത് വെട്ടി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം തിളപ്പിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി പേര് കഴിക്കും. കാച്ചിൽ പോലെ ഇരിക്കും, പക്ഷെ അത് കാട്ടിലെ കാച്ചിലാണ്. അത് കട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ബോയിൽ ചെയ്താണ് അവർ കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിച്ച് ആൾക്കാർ ജോലിക്ക് പോകും വീണ്ടും. എല്ലാ നേരവും ഭക്ഷണം കഴിക്കാൻ അവർക്കില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വന്നാൽ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ ചിലപ്പോഴൊക്കെ മെഷീനിലേക്ക് വരും, നമ്മളോട് ചോദിക്കും. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളെയും അച്ഛനും ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. ഓരോ ഇടവകയിലും അച്ഛന്മാരും ഒത്തിരി പേരെ സഹായിച്ച് ഇവരെയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരാൻ രോഗത്തിൽ നിന്ന്. പിന്നെ TB ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ ശരിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പം നമ്മളവരെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവരും. ഇനി എന്നിട്ടും പറ്റാത്തവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ മദർ തെരേസയുടെ ഗവൺമെൻറ്റൊക്കെ ഉണ്ട് ബൊങ്കൈഗോളിൽ. അവിടെ കൊണ്ടുപോയി കിടത്തി എക്സ്റേ ഒക്കെ എടുപ്പിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അവർ നന്നായിട്ട് തിരിച്ചു വരും.
ഞാൻ ബിന്ദുവാ മൊഴത്തേക്കെത്തി മൊഴത്തേക്കെത്തി യേശുമാരാ ദാദാ സന്തോഷാണ് പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ഓ ഞങ്ങളിങ്ങനെ വില്ലേജുകളിലെ വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള രോഗികളൊക്കെ കാണും. ചിലപ്പോൾ പാരലൈസ് ആയവർ ഒത്തിരി പേരുണ്ട്, ഇതുപോലെയുള്ള രോഗികളുമുണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഡിസ്പെൻസറിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മൾ ശുശ്രൂഷ ചെയ്യാറുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. അവിടെ കിടത്തി ഇവരെ ഒന്ന് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ താമസിപ്പിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ വില്ലേജ് ചെന്ന് കഴിയുമ്പോൾ വീടുകളിൽ ഇങ്ങനെ രോഗികളായിട്ട് കിടക്കുന്നവരെ ഞങ്ങൾ വില്ലേജിൽ അവിടെ കൊണ്ടുപോയി ഡിസ്പെൻസറി കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെ മരുന്നൊക്കെ കൊടുക്കും. ഇനി അവിടെ ഇല്ലാത്ത മരുന്നാണെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് ഞങ്ങൾ കൊടുത്ത് ഒരുവിധം ശരിയായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഒത്തിരി TB പേഷ്യൻ്റാണ് ഒത്തിരി ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ വില്ലേജിൽ വരുമ്പോൾ കാണാറുള്ളത്. അപ്പോൾ അവരെ കൊണ്ടുപോയി അവർക്ക് വേണ്ട മെഡിസിനൊക്കെ മേടിച്ച് കൊടുത്ത് അവരെ ഒരുവിധം ശരിയാക്കിയിട്ട് ഞങ്ങൾ നന്നായി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ഒരുവിധം ആരോഗ്യമാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെയാക്കും. അങ്ങനെ ഒത്തിരി രോഗികളെ ഞങ്ങൾ ഇവിടെ വിസിറ്റിങ്ങിന് വരുമ്പോൾ കൊണ്ടുപോകും ഡിസ്പെൻസറിക്ക് എടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം അങ്ങനെ കൊണ്ടുപോയി തിരിച്ചു വന്ന് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ ഈ കൊച്ചിങ്ങനെ ഒത്തിരി സന്തോഷിക്കുക ചെയ്യണേ. നമ്മൾ വർത്താനം പറയാൻ പറ്റാത്ത കാരണം അത് ഇങ്ങനെ ഒത്തിരി സന്തോഷം. നമ്മൾ വന്ന് അത് ഒന്ന് വിഷ് ചെയ്തു. कितने कना गिस्माराम उन्हीं तो लट्टू कना गिस्माराम अमान्यु तू रोसमिला अमा कुड़ी कना बा गिस्माराम गिस्माराम बिदल रे सिनाई बुरु चोट रे गादल होड़ को जरवाले ना हो मोसस नबी बिदल रे सिनाई बुरु चोट रे गादल होड़ को जरवाले ना हो नोंडे तो आवो हो गिरिजावोड़ा പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവര് അങ്ങനെ വിടാനുള്ള ഒരു അറിവ് മാതാപിതാക്കൾക്കും ഇല്ല. പിന്നെ കാലത്ത് കുറച്ച് പശുക്കളെയൊക്കെ അങ്ങനെ വിട്ട് കാട്ടിലൊക്കെ പോയി അവിടെ നിന്ന് കളിച്ച് പശുക്കളെ തീറ്റി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. ഇവരൊന്നും കുളിക്കാതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ കുളിപ്പിക്കാന്ന് പറയുമ്പോൾ വേണ്ട വേണ്ടെന്ന് പറയും അവർ. അങ്ങനെയാ കുളിപ്പിക്കാൻ വെള്ളം എടുക്കുമ്പോഴേക്കും ഞങ്ങൾ പത്താപാരി വില്ലേജിൽ പോയിട്ട് ഇതുപോലെ അന്ന് കുളിപ്പിക്കാൻ വെള്ളം എടുക്കുമ്പോൾ പറയും വേണ്ട വേണ്ട ഞങ്ങളെ കുളിപ്പിക്കണ്ടെന്ന് പറയും. അപ്പോൾ വന്ന വഴി അങ്ങനെ കിടന്ന് ഒരു എലിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനമൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ വെച്ച് വൈകുന്നേരം നല്ല ആഘോഷമായിട്ട് കഴിച്ച് കിടന്നുറങ്ങും. പിറ്റേ ദിവസം എഴുന്നേൽക്കും, എന്തെങ്കിലും പശുക്കളെ അഴിക്കും, കാടിനെയും കൊണ്ടൊക്കെ കാട്ടിൽ പോവും. അവിടെ നിന്ന് എന്തെങ്കിലും ആ സമയത്ത് ഒക്കെ പിടിച്ച് കഴിച്ച് പുഴുക്കളോ കഴിക്കുന്ന പുഴുക്കളോ അതൊക്കെ പിടിച്ച് കഴിക്കും. ഇപ്പോൾ ഞാൻ ഉള്ളത് സന്താൾസ് എന്നറിയപ്പെടുന്ന ജനങ്ങളുടെ ഇടയിലാണ്. എൻ്റെ ഇടവയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഈ വർഗത്തിലെ ജനങ്ങളാണ്. സന്താൾസ് എന്നറിയപ്പെടും. അവർ ജർഖാണ്ടിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് സെറ്റിലായവരാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സാധാരണ കൃഷിയൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് നെൽകൃഷി, പിന്നെ ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ കുറേ പേര് തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ്. നല്ലപോലെ ശരിക്കും പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പാവപ്പെട്ട ജനങ്ങളാണ്, നല്ല വിശ്വാസമുള്ള ജനങ്ങളാണ്.
ഇപ്പോഴും തന്നെ പള്ളിയിലൊക്കെ വരും. നല്ല പ്രാർത്ഥനയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധിച്ച് അതുപോലെ ആധ്യാത്മികമായിട്ട് വളരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും അങ്ങനെ ദൈവത്തിൻ്റെ പാതയിലൂടെ എപ്പോഴും നടന്നു പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഇടവകയിൽ ഒരു 26 സബ്സ്റ്റേഷൻസ് ഉണ്ട് ഇവർക്ക് വേണ്ടി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ വർഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവരാണ്, പാവപ്പെട്ടവരാണ്, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ഒരു പാർലർ പോലത്തെ സ്ഥലമാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ആദ്യം ഇവരിവിടെ വന്ന് ഇരിക്കും. ഇത് മുളയും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കട്ടിലാണ്. അപ്പം ചിലവർ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കും. ആര് വന്നാലും അവർ ഇരിക്കാൻ പറ്റും. വേണമെങ്കിൽ ചില സമയത്ത് അവരിങ്ങനെ കിടക്കുകയും ചെയ്യും, ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല സുഖമാണ്. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കും. ആര് വന്നാലും അവരിരുത്തി ചായയൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം നിർത്തി കഴിഞ്ഞിട്ട് വന്നവരെ അതിഥികളെ അവർ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെയും സ്വീകരിക്കും. പക്ഷേ ഇവിടെ ഇപ്പം നമ്മളൊരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും വേറെ ആൾക്കാരും ഉണ്ടാകും. ചുറ്റുപാടും അവർ നമ്മളോടെ കൂടെ ഇരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചോദിക്കുകയും അങ്ങനെ സ്നേഹം പങ്കുവെച്ചിട്ടാണ് നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. സാധാരണ ഇപ്പോൾ നമ്മളുള്ളത് ഒരു വില്ലേജിലാണ്. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ കറണ്ടൊന്നും ഇല്ല, അധികം കറണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടുള്ള സമയത്താണെങ്കിൽ അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ നിന്നാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുക. ഇതൊരു വില്ലേജിലായതുകൊണ്ട് ഇപ്പം ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ആന പോലും ഇവിടെ വരാറുണ്ട്. അപ്പം കൂടുതലായിട്ട് അവർ വൈകുന്നേരം എപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളെ വിളിച്ച് ഇവിടെ ഇരുന്ന് ആശീർവദിക്കാനും മറ്റുള്ളവരെ എല്ലാം അനുഗ്രഹിക്കാനും അവർ വിളിക്കാറുണ്ട്. ഇവിടെ ചുറ്റിനും വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ പ്രാർത്ഥനയിലൂടെ അവർ ധൈര്യം എടുത്ത് മുമ്പോട്ട് പോകുന്നു. ഇവർ വീടുണ്ടാക്കുന്നവരുടെ സ്റ്റൈല് ഈ മുള വെട്ടി ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിങ്ങനെ ആദ്യം തന്നെ മണ്ണിൽ ഇങ്ങനെ കുത്തി നിവർത്തി വയ്ക്കും. എന്നിട്ട് വേറെ മണ്ണെടുത്ത് അവർ ഈ വീട് ഇങ്ങനെ പൊത്തി വയ്ക്കും. നമ്മൾ സിമെൻറ്റ് തേക്കുന്നതിന് പകരം ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒത്തിരി തണുപ്പ് കാലത്താണ് ഞങ്ങൾ താമസിക്കാൻ വരുന്നത്. ഇങ്ങനെയുള്ള ഒരു മുറിയായിട്ടുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് തരുന്നത്. അവരിങ്ങനെ ഇപ്പോഴാണ് ഈ ടിന്നൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ജൂട്ടിൻ്റെ ഇതുകൊണ്ടാണ് അവർ പെര മേയുന്നത്. പക്ഷേ ചോരൊന്നുമില്ല. നല്ല ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവർ മണ്ണ് പൊത്തി റിപ്പയർ ചെയ്യും. അപ്പോൾ ഈ മണ്ണ് വേറെ സ്ഥലത്തുനിന്ന് പോയി നല്ല സിമെൻറ്റ് പോലുള്ള മണ്ണാണ് ആ മണ്ണെടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കുമ്പോൾ അധികം തണുപ്പൊന്നും നമ്മൾ ഏശാറില്ല. നല്ലൊരു സുഖമായിട്ട് ഒരു മുറി, ഒരു കുഞ്ഞു വാതിൽ, അങ്ങനെയാണ് ഉള്ളൊരു ജീവിതമാണ് ഞങ്ങൾക്ക് തരുന്നത് താമസിക്കാനായിട്ട്. ഇതിപ്പോൾ അവർക്ക് നെല്ല് വയ്ക്കാനൊരു വീട്, കിടക്കാൻ വേറൊരു വീട്, അടുപ്പ് കൂട്ടാനായിട്ട് വേറൊരു വീട്, അങ്ങനെ ഉള്ളവരുമുണ്ട്. പിന്നെ തീരെ പാവങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കിങ്ങനെ ഒരു വീട്ടിൽ എല്ലാം കൂടി നടത്തും. ഇപ്പോൾ കൂടെ വീട് കുറേയും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇവരുടെ ആദ്യത്തെ സ്റ്റൈലാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഇപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോയിരിക്കുന്നു. ഇതിപ്പോൾ മഴയൊക്കെ മാറി റിപ്പയർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതിപ്പോൾ മണ്ണെല്ലാം തേച്ച് റിപ്പയർ ചെയ്യും. അപ്പോൾ ഒരു പുതിയ വീട് പോലെ കാണും. അതിൻ്റെ കളറും കൊടുക്കും. ഇവരിങ്ങനെ കുരിശൊക്കെ വരച്ച് അങ്ങനെ ഒരു നല്ല വീടുണ്ടാക്കും. ഈ ജനങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്.
പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുരിശ് കാണുന്നുണ്ട്. ഇവർ പുറത്തൊക്കെ പോകുമ്പോൾ കുരിശ് തൊട്ട് പിതാവിനും പുത്രനും വെച്ചിട്ടാണ് പണിക്ക് പോകുന്നതും പിന്നെ പിള്ളേരൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്നതും. പിന്നെ അകത്ത് ചെല്ലുവാണെങ്കിൽ ചെറിയ ഒരു വേദി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് അവിടെ ബൈബിൾ വെക്കാം, തിരി കത്തിക്കാം, പിന്നെ കുറച്ച് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര ചെറിയ വീടാണേലും അവർ ബൈബിൾ വെക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വെച്ചിരിക്കും. അതാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പണിയെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കും. വിശ്വാസ മേഖലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ജനങ്ങൾ. प्रिय भाई और बहनों, हम अपने भाई अम्ब्रोस का दफन विधि में भाग लेने के लिए यहाँ जमे हुए हैं। हम अपनी प्रार्थना द्वारा क्रिस्त के मुक्तिप्रद मरण और पुनरुत्थान की शक्ति पर अपना विश्वास प्रकट करते हैं। हम इस दुखित परिवार को अपनी सहानुभूति दिखाए, जिससे वे सच्चे मातृप्रेम का अनुभव कर पिता ईश्वर की दयालुता पर पूरा भरोसा रख सके। हम प्रभु यीशु की ये बातें याद करें ताकि मंदे और बोझ से दबे हुए लोगों, तुम सब के सब मेरे पास आओ, मैं तुम्हें विश्राम दूंगा। हम संत पौलुस के साथ बोल सकते हैं, धन्य हो हमारे प्रभु यीशु क्रिस्त का ईश्वर तथा पिता, परम दयालु पिता और शांति का ईश्वर, जो हमारे सब संकटों में हमें दिलासा देता है। व्यवस्था से निकलकर नवीन और ईश्वरीय जीवन प्राप्त करते हैं। फिर यीशु हमें इतना प्यार करते हैं कि दुख और मृत्यु का संकट पार कर वह स्वर्ग पर चढ़े और वहां हमारा आनंद निवास तैयार करने लगे। ഇന്ന് ഞാനുള്ളത് സന്താൾ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ്. ഒരു മൃതസംസ്കാരത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഞങ്ങൾ വരാൻ വേണ്ടി ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇടവകയിലെ കുറേ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് എത്തിയത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായിരുന്നു. അത് ഞങ്ങൾ എത്തി വീടുകളിൽ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ അടക്കുവാൻ വേണ്ടി വന്നതായിരുന്നു. ആൾക്കാരെല്ലാവരും തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല സഹകരണമായിരുന്നു. അവരെല്ലാ കാര്യത്തിലും ഞങ്ങളെപ്പോഴും ആശ്രയിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയും വീട് വെഞ്ചരിക്കാനും അങ്ങനെ വീടുകളിൽ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് മൃതശരീരമായിട്ട് ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ അടക്കി അത് കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു പോവുകയാണ്. ഒരു മിഷണറി അച്ഛൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം സമാധാനമൊക്കെ എപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം സംതൃപ്തിയും നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താറുണ്ട്.
ऐसा अब आप लोग आइए जिशमरा के लिए, आइए जिशमरा, आइए जिशमरा, जिशमरा आइए आइए जिशमरा. ഈ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സന്താൾസിൻ്റെ ഇടയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിഥികളെ സ്വീകരിക്കുന്നത് കാല് കഴുകിയിട്ടാണ്. അത് അവർക്ക് മസ്റ്റാണ്, നമ്മൾ ചെയ്തിരിക്കണമെന്ന്. അതായത് നമ്മളെ ഇരുത്തുന്നു, കാല് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു, അവർ കാല് കഴുകി തരുന്നു. അത് ഒരു വിനയത്തിൻ്റെ മാതൃകയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് അവരുടെ വിശ്വാസവും. ആര് വന്നാലും ഇതേപോലെ ചെയ്യും. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളൊക്കെ വന്നു കഴിയുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന പോലെ, സ്വന്തം ആൾക്കാരെ സ്വീകരിക്കുന്ന പോലെയാണ് അവർ നമ്മളെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ കൾച്ചറൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവരിൽ നിന്നും പഠിക്കാറുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കുട്ടികൾ ഈ വില്ലേജിലെ, ഈ ഗ്രാമത്തിലെ കുട്ടികളാണ്. ഇവർക്ക് പല സ്കൂളുകളിലൊക്കെ പോയി പഠിക്കാൻ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ല. കുറച്ച് പേരെയൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ, നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുവാനും സാധിക്കുന്നില്ല. ഇവിടെയുള്ള സ്കൂളുകളിൽ പോയാൽ തന്നെ, ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പഠിക്കുവാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം അവിടെ ടീച്ചേഴ്സൊക്കെ തീരെ കുറവായിരിക്കും. വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ ഈ ഇടവകയിൽ നിന്നും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ കൊച്ചച്ഛനും അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഞാനൊക്കെ വരാറുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വളരുവാനൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെപ്പറ്റിയും കുറച്ച് പൊളിറ്റിക്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. റെഡി ജപായനാ പൂരാ. ഇന്ന് ഞങ്ങളുള്ളത് ബോറോ ഗോത്രത്തിലെ ജനങ്ങളുടെ ഇടയിലാണ്. ഇവർക്ക് ഇവരുടേതായ ഭക്ഷണ ശൈലികളുണ്ട്, വസ്ത്രധാരണമുണ്ട്, ഇവരുടേതായ നിയമസംഘടനകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്രാമത്തലവന്മാരുണ്ട്. ഇവർ എല്ലാവരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ സഹകരണത്തോടെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതും. ഇപ്പം വീടുകളിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു വന്ന് അവരെ സഹായിക്കും, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ അവരുടെ സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു വീട്ടിലാണ്. അവിടുത്തെ അപ്പച്ചൻ കഴിഞ്ഞ ആഴ്ച മരിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ 7 ആ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ കുർബാന കഴിഞ്ഞിട്ട്
എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അവർ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ തന്നെ പൈസയൊക്കെ പിരിച്ച്, ചിലവരൊക്കെ അരി കൊടുത്ത്, ചിലവർ പച്ചക്കറികളൊക്കെ കൊടുത്ത് അവരെ സഹായിച്ചു. എന്നിട്ട് പണിയെടുക്കാനും എല്ലാവരും ഒന്നിച്ചുണ്ട്. ഇവരുടെ ഇടയിൽ ഭയങ്കര സന്തോഷമാണ്, സമാധാനമുണ്ട്. കാരണം എപ്പോഴും അവർ പരസ്പരം സഹായിക്കുകയും അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ 1996 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ആദ്യമായിട്ട് 15-ാമത്തെ വയസ്സിൽ ആസാമിൽ മിഷൻ രൂപതയിലേക്ക് വരുന്നത്. ഇവിടെ പഠിച്ച് ഇവിടെ ഒരു വൈദികനാകുവാൻ വേണ്ടി. പക്ഷേ ആ സമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ജ്ഞാനമില്ലായിരുന്നു. ആരാണ് ഒരു മിഷണറി വൈദികൻ? ഞാനിവിടെ വന്ന് കഴിഞ്ഞ ശേഷമാണ് എന്നെ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ജീവിതം തന്നെ കുറേ പഠിപ്പിച്ചത്. ആരാണ് ഒരു മിഷനറി വൈദികൻ എന്ന് കൂടുതലായിട്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്, സെമിനാരിയിലുള്ള എല്ലാ ബ്രദേഴ്സിനെയും പഠിപ്പിച്ചത് ആദ്യം തന്നെ ഞങ്ങളുടെ മെത്രാന്മാരാണ്. അവരുടെ സിമ്പിളായിട്ടുള്ള ലൈഫ്, എല്ലാവരുടെ കൂടെ ആയിരിക്കുന്ന, അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന ആ ജീവിതം ഞങ്ങളെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ല വൈദികനാവുക, എങ്ങനെയാണ് ഒരു മിഷണറി വൈദികനാവുക. അവരുടെ ആ സംസാരം കേട്ട് ഞങ്ങളെ തന്നെ അങ്ങനെ ആ രീതിയിൽ രൂപപ്പെടുത്തി. ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയുടെ മെത്രാൻ റൈറ്റ് റെവറൻഡ് തോമസ് പുള്ളപ്പള്ളിൽ മെത്രാനെ നന്ദിയോടെ ഓർക്കുന്ന. മെത്രാൻ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ രൂപതയിലും പല രൂപതയിലുള്ള എല്ലാ മുതിർന്ന അച്ഛന്മാരും ഞങ്ങളെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത മാതൃകയിലൂടെ ആൾക്കാരൊക്കെ പാവപ്പെട്ടവരാണേലും അവർ വളരെയധികം ഞങ്ങളെ സഹായിക്കുന്നവരാണ്, നല്ല സഹകരണമുള്ളവരാണ്. അങ്ങനെ ഇവിടെ തന്നെ ആയിരിക്കാനും അവരോട് കൂടെ ജീവിക്കാനും എപ്പോഴും ഞങ്ങൾക്ക് നല്ലൊരു പ്രേരണ കിട്ടുന്നുണ്ട്.